ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ വാട്ടർ പ്യൂരിഫയർ മേടിക്കാൻ നിൽക്കുകയാണെങ്കിൽ അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഞാൻ ഈ അടുത്ത് ഈ വീട്ടിലോട്ട് മാറിയ സമയത്ത് വാട്ടർ പ്യൂരിഫയർ മേടിക്കാൻ പോയപ്പോൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണിത്. സോ അതിന്റെ റിസർച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് പേജ് ഫോളോ ചെയ്യണം. 1, ഈ കാണുന്ന പോലെ നിങ്ങളുടെ കുടിക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ പുള്ളി പാട് വരാറുണ്ട്. നമ്മൾ നോക്കുന്ന പ്യൂരിഫയറിൽ UV UF TDS കൺട്രോളർ ഉണ്ടോ. 2, കുറഞ്ഞത് 10 ലിറ്ററിന് മുകളിലോട്ടുള്ള സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഫിൽറ്റർ സെലക്ട് ചെയ്യുക. 3, പറയാം അതിന് മുമ്പ് എന്റെ വീട്ടിലേക്ക് മേടിച്ച ഫിൽറ്ററിനെ കാണാം. ഇതിൽ 12 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട്. ആംപിയർ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആൽഫ പ്ലസ് എന്ന് പറഞ്ഞ വാട്ടർ പ്യൂരിഫയർ ആണ് ഇത്. ബേസിക്കലി ഞാൻ എന്റെ ലുക്ക് കണ്ട് എന്റെ അടുക്കളയുടെ തീമിന് വേണ്ടി മേടിച്ച സാധനം. പക്ഷേ ഇതിനകത്ത് ഇത്ര ഫീച്ചേഴ്സ് ഉണ്ടെന്ന് ഇപ്പോഴറിഞ്ഞു. അവരുടെ ടീമിൽ തന്നെ ആൾക്കാരെ ഒന്ന് ഫിറ്റ് ചെയ്ത് തന്നു. ഒരു കാര്യം എടുത്ത് പറയണം, അവരുടെ സർവീസ്. ഈ വാട്ടർ പ്യൂരിഫയറിലുള്ള എല്ലാ പാർട്സിനും 1 വർഷത്തെ വാറണ്ടി ഉണ്ട്. RO UV ഫിൽറ്റർ ഒക്കെ വെക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്ന 3ാമത്തെ കാര്യം, നിങ്ങൾ ഫിൽറ്റർ വെക്കുമ്പോൾ പൈപ്പ് കണക്ഷൻ വെക്കത്തില്ല, അതിന്റെ കൂടെ തന്നെ ഒരു ഡ്രെയിനേജിനുള്ള സെറ്റപ്പും കൂടെ റെഡിയാക്കി വെക്കാം. എന്റെ വീട്ടിൽ അത് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നു. ഇതിങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ വെള്ളം എടുക്കുമ്പോഴും ഇങ്ങനെ ഫിൽറ്റർ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഭയങ്കര പ്യൂരിഫിക്കേഷൻ ആണല്ലോ. ഈ ഫിൽറ്റർ ചെയ്യുന്ന വെള്ളം, ഈ വേസ്റ്റ് വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കണം. സോ അതിന് വേണ്ടി നിങ്ങളൊരു ഡ്രെയിനേജ് സിസ്റ്റം ഉറപ്പായിട്ടും കാണുക. സിങ്കിന്റെ അടുത്തൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ഹോസിങ്ങിന് ഇടാം. 8500 രൂപ മുതൽ ആംപിയറിന്റെ വാട്ടർ പ്യൂരിഫയർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാൻ നമ്പർ ഇടാണ്ട് ഈ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ആൻഡ് സർവീസിനാണെങ്കിൽ ഈ നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല, നല്ല കൊടിയാ.